പ്രൈസ് ദി ലോർഡ്. കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമാധാന ചിന്തയുള്ള മനസ്സാക്ഷി വളർത്തിയെടുക്കുക മാർപ്പാപ്പ. യൂറോപ്പിലെ ഏറ്റവും വലിയ കന്യകാമറിയത്തിന്റെ രൂപം പോളണ്ടിൽ സ്ഥാപിച്ചു. ഇസ്രായേലിലെ കത്തോലിക്ക ദേവാലയത്തിന് നേരെ ആക്രമണം. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ. ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ ദേശീയ അസംബ്ലി ഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സമാധാന ചിന്തയുള്ള മനസ്സാക്ഷി വളർത്തിയെടുക്കണമെന്ന് ലയോ 14 പാപ്പായുടെ ആഹ്വാനം. സമാധാനം എന്നത് അമൂല്യവും വലുതുമായ നന്മയാണ്. ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി സമാധാനം സൃഷ്ടിക്കുകയും അത് സമൂഹത്തിൽ ഉറപ്പാക്കുകയും ചെയ്യുന്ന വഴികളിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാനാവൂ. സമാധാനം സംഘർഷങ്ങളുടെ അഭാവമല്ല, വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും നിരന്തര പരിശ്രമത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മൂല്യമാണ്. ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ച വേളയിൽ വിശ്വാസികളെയും സന്ദർശകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. ലോകത്ത് അവസാനമില്ലാതെ തുടരുന്ന യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ സമാധാനത്തിനായുള്ള വ്യക്തിപരവും സാമൂഹികവുമായ പ്രതിബദ്ധത ശക്തിപ്പെടുത്തണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ കന്യകാമറിയത്തിന്റെ രൂപം പോളണ്ടിലെ കൊനോട്ടോപ്പി പട്ടണത്തിൽ സ്ഥാപിച്ചു. തറയിൽ നിന്ന് 182 അടി ഉയരമുള്ള ഈ മരിയ രൂപം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ ദിനത്തിലാണ് പ്രതിഷ്ഠിച്ചത്. തീർത്ഥാടന കേന്ദ്രമായ അവർ ലേഡി ഓഫ് സിറോസിന് സമീപത്താണ് ഈ മരിയ രൂപം. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിലെ സെയിന്റ് ആന്റണി ദേവാലയത്തിന് നേരെ ആക്രമണം. ദേവാലയത്തിലെ നിരവധി വിശുദ്ധ രൂപങ്ങളും കുരിശുകളുമാണ് തകർക്കപ്പെട്ടത്. 20 വയസ്സുള്ള മുസ്ലിം യുവാവാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ സമീപകാലത്ത് അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വേളാങ്കണ്ണി തിരുനാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നോർത്തിൽ നിന്നും എറണാകുളം ജംഗ്ഷനിൽ നിന്നും സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു. ആഗസ്റ്റ് 27, 29, സെപ്റ്റംബർ 3, 5, 6, 10 തീയതികളിലാണ് സ്പെഷ്യൽ ട്രെയിനുകളുള്ളത്. വേളാങ്കണ്ണിയിൽ മാതാവിന്റെ തിരുനാളിന് 29-ന് കൊടിയേറും. സെപ്റ്റംബർ 8 വരെ 11 ദിവസങ്ങളിലാണ് തിരുനാൾ നടക്കുന്നത്. ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ ദേശീയ അസംബ്ലിയും അവാർഡ് വിതരണവും ഡൽഹിയിൽ ഓഗസ്റ്റ് 22, 23 തീയതികളിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സീറോ മലബാർ, മലങ്കര, ലത്തീൻ സഭകളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ പ്രസിഡന്റ് ഏലിയാസ് വാസ് അധ്യക്ഷത വഹിക്കും. FCRA ബില്ലിലെ ക്രൈസ്തവരുടെ ആശങ്കയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്ക് നിവേദനം നൽകും. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി ചൊവ്വാഴ്ച കണ്ടുമുട്ടാം.